നന്ദുവും അനിയും ചേർന്ന് നവ്യയോട് സത്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി. എല്ലാവരും മറച്ചുവെച്ച സത്യങ്ങൾ, അഭിയെക്കുറിച്ചുള്ള ആ സത്യങ്ങൾ അങ്ങനെ നവ്യ അറിയുകയാണ്. അതെ, അഭിയാണ് അനഘയെ ചതിച്ചതെന്നും അനഘയുടെ കുഞ്ഞ് അഭിയുടെ സ്വന്തം കുഞ്ഞാണെന്നും അതുപോലെ തന്നെ അഭി ചെയ്ത എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്നും മറച്ചു വെക്കാതെ പേടിക്കാതെ സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ എല്ലാം തിരിച്ചറിയുകയാണ് നവ്യ. അവസാനം അഭിയുടെ ചതികൾ അനിയിലൂടെയും നന്ദുവിലൂടെയും, നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം എല്ലാവരും സമ്മതിക്കുമ്പോൾ അവസാനം നവ്യ എതിർക്കുകയാണ് ചെയ്യുന്നത്. നവ്യയുടെ ഭീഷണിയും മറികടക്കാൻ വേണ്ടി അനിയും നന്ദുവും ചേർന്ന് അവർക്ക് ഒന്നിക്കാനും ഇനിയും ആ സത്യങ്ങൾ മൂടി വെക്കുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ലെന്നും മനസ്സിലാക്കുന്ന നന്ദുവും അതുപോലെ തന്നെ അനിയും ചേർന്ന് നവ്യയുടെ സത്യങ്ങൾ മുഴുവൻ തുറന്നടിച്ചു പറയുന്നു. എല്ലാവരും കരുതുന്ന പോലെ ആദർശേട്ടനല്ല ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നും അനഘയെ ചതിച്ചത് അഭിയാണെന്നും എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുന്നതോടുകൂടി നവ്യയുടെ മട്ടും ഭാവവും മാറുകയാണ്. അഭിയെ ശരിയാക്കുന്നു. അതുപോലെ തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം മുൻകൈയെടുത്ത് അങ്ങനെ നടത്തി കൊടുക്കുകയാണ് നവ്യ. അവർ ഈ സത്യങ്ങൾ അറിയിച്ചത് കൊണ്ട് എന്തായാലും അധികം വൈകാതെ തന്നെ